ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. H3 ഹെസ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാടമുട്ട ഫ്രൈയും മുന്തിരി ജ്യൂസും ഉണ്ടാക്കിയാലോ. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇതെന്താ ഒരു കോമ്പിനേഷൻ ഇല്ലല്ലോ എന്ന്. വെറൈറ്റി ഫുഡ് ടെസ്റ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണല്ലോ നമ്മൾ മലയാളികൾ. ആ ലിസ്റ്റിൽ ഇത് കൂടെ കിടക്കട്ടെ. നമ്മളെ വൈകുന്നേരം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാവുമല്ലോ. കാടമുട്ടയിൽ ഇത്ര മുളക് പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇത് വേണമെങ്കിൽ കുറക്കാം. ഇതിനായിട്ട് ഞാൻ 10 കാടമുട്ട പുഴുങ്ങി അതിൻ്റെ തൊലിയൊക്കെ പൊളിച്ച് വെച്ചിട്ടുണ്ട്. ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ കല്ല് നല്ല ചൂടായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഈ സ്റ്റവ് ഓഫാക്കിയതിന് ശേഷമാണ് പൊടികൾ ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനനുസരിച്ചിട്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റവ് ഒന്ന് ഓണാക്കാം. എന്നിട്ട് ഈ മുട്ട ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇത് ഈ പാത്രത്തിൽ വെച്ചിട്ടൊന്ന് കുക്കാക്കാം. ഈ മസാലയ്ക്ക് ഇത് നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. ഈ കാടമുട്ട ഫ്രൈ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും അടിപൊളി ടേസ്റ്റിൽ നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അതെടുക്കുക. ഞാനിപ്പോൾ സാധാ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് എരിവ് കൂടുതലായിരിക്കും എന്നേ ഉള്ളൂ. എരിവ് ഇഷ്ടമുള്ളവർക്ക് ഇത് ഒരുപാട് ഇഷ്ടമാവും. കുട്ടികൾക്കൊക്കെ കുറച്ച് എരിവ് കുറഞ്ഞിട്ടായിരിക്കും ഇഷ്ടമുണ്ടാവുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് മുന്തിരി ജ്യൂസ് ഉണ്ടാക്കാം. ഇതിനായിട്ട് ഞാൻ 1/2 കിലോ മുന്തിരി ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് മിക്സീൻ്റെ ജാറിലേക്ക് പഞ്ചസാര ഇട്ടിട്ട് നമുക്കിത് ജ്യൂസാക്കി എടുക്കാം. സത്യം പറഞ്ഞാൽ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു കോംബോ എല്ലാവരും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, വേറൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.